ആസിഫ് അലി എന്ന നടനെ നമുക്കെല്ലാവർക്കും ഇഷ്ടം. സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് ചിലപ്പോൾ എത്തുമായിരിക്കും. പക്ഷെ ഇന്ന് സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം അദ്ദേഹത്തിന് താല്പര്യമില്ല, നമുക്ക് ചാർത്താനും താല്പര്യമില്ല. അദ്ദേഹം സൂപ്പർ ആക്ടർ എന്ന് വിശേഷിപ്പിക്കാനാണ് നമുക്ക് താല്പര്യം. പല സമയത്തും ചില സിനിമകൾ തിയേറ്ററിൽ എന്തുകൊണ്ടാണ് ആളുകൾ കാണാൻ പ്രിഫർ ചെയ്യാത്തതെന്നുള്ളത് അതൊരു ഉത്തരവില്ലാത്ത ചോദ്യമാണ്. പക്ഷെ നല്ല സിനിമ ചെയ്യാനേ നമുക്ക് ശ്രമിക്കാൻ പറ്റുള്ളൂ. ആളുകളെ കാണിക്കുക എന്നുള്ളത് കുറച്ച് പണിയാണ്. സംവിധായകൻ സേതുവിന്റെ സ്വന്തം അനുഭവ കഥ ഇതിനകത്തുണ്ട്, അദ്ദേഹത്തിന്റെ നൊമ്പരങ്ങളും കൂടെ ഇതിനകത്തുണ്ട്. ആ വേദനയിൽ ഉൾക്കൊണ്ട് എഴുതിയ ഒരു കഥയാണ്. കോൺട്രവേഴ്സി ആവോ എന്നൊരു പേടി ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത് ചർച്ച ചെയ്യപ്പെടും എന്നുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു. ഇത്രയും വർഷം ശേഷം ഈ ഒരു ഇതിലും വിവാഹശേഷം ഒരു പുരുഷൻ അനുഭവിക്കുന്ന മറ്റൊരു വിഷയം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പം ആ ഒരു ചേഞ്ച് വരുത്തണം, അല്ലെങ്കിൽ ഈ കഥ കേട്ടപ്പോഴാണ് ഇത് ചെയ്യുമ്പോൾ വിവാഹത്തിന്റെ ഒരു രീതിയിലും ഇതിനെ നമുക്ക് ക്യാരക്ടറിനെ കാണാൻ പറ്റുന്നില്ല. അപ്പം ആ ഒരു പ്രശ്നങ്ങളും കാണാൻ പറ്റുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള ചേഞ്ചുകൾ വരുത്താനുണ്ട്. കറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാര്യം ഞാൻ ഈ സ്ക്രിപ്റ്റ് ആദ്യം എൻ്റെ അടുത്ത് സേതു നറേറ്റ് ചെയ്ത സമയം മുതൽ എൻ്റെ ഒരു കൺസേൺ ഇത് കെട്ടിയോളാണ്ട മാലാഖയുടെ എന്തെങ്കിലുമൊക്കെ ഒരു ഫോൺ ചെയ്തു എന്തെങ്കിലുമൊക്കെ ഒരു ഫ്ലേവർ ഇതിൻ്റെ അകത്തേക്ക് വരുമോ എന്നുള്ളതായിരുന്നു. അപ്പൊ അത് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം സംസാരിച്ചതാണ്. പക്ഷെ ഇതിനെ ഞാനൊരു ഇൻഡിപെൻഡന്റ് സ്ക്രിപ്റ്റായിട്ട് തന്നെയാണ് കണ്ടത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങളായിട്ടും അങ്ങനെയൊന്നുമല്ല. അതിന്റെ ഒരു സ്ക്രിപ്റ്റിന്റെ സ്ക്രീൻ പ്ലേയുടെ ഒരു ഭംഗി തന്നെയായിരുന്നു എനിക്കിത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ സേതു ഇതിൽ അത്യാവശ്യം നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട് ഇതിന്റെ മൊത്തം പ്രോസസ്സ്. അപ്പൊ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് നറേറ്റ് ചെയ്ത് തരുന്ന സമയത്ത് നമുക്ക് വേറെ കൺഫ്യൂഷൻസോ ചോദ്യങ്ങളോ ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ തന്നെ സേതുവിന് ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ബേസിക്കലി ചെയ്യുന്ന സമയത്തും ഈ പറയുന്ന രണ്ട് സിനിമയായിട്ടും രണ്ട് ക്യാരക്ടേഴ്സായിട്ടും തന്നെയാണ് എനിക്ക് ആ പറയുന്ന പൊളിറ്റിക്സിനോടൊരു സിമിലാരിറ്റി ഫീൽ ചെയ്യുമെന്നായിരുന്നു എന്റെ കൺസേൺ ഉണ്ടായിരുന്നത്. പടം കണ്ടു, ഗംഭീരമായിരുന്നു. താങ്ക് യു. അപ്പം ശരിക്കും ഇങ്ങനത്തെ ഒരു കഥാപാത്രങ്ങൾ കാണുമ്പോൾ ആ തിയേറ്ററിൽ വീഴുന്ന ഓരോ കൈയ്യടി കാണുമ്പോൾ സമൂഹത്തിൽ ഇങ്ങനത്തെ നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് റിമൈൻഡ് ചെയ്യപ്പെടുകയാണ്. നിയമങ്ങൾ പലപ്പോഴും ചൂഷണത്തിലാവുകയും പല വ്യക്തികളും അനുഭവിക്കുന്ന ഒരു പെയിൻ അതിപ്പോൾ ആ സമയത്തെ നമ്മൾ അതിനുശേഷം അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് അറിയുന്നില്ല. അപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ജീവിതം കാണുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്തായിരുന്നു. അപ്പം എത്രത്തോളം ടഫാണ് ആ കഥാപാത്രമായി മാറാനായിട്ട്? ഇങ്ങനൊരു നമ്മൾ കുറേ വാർത്തകളൊക്കെ കാണുന്നുണ്ടായിരിക്കുമല്ലോ, അതിനൊക്കെ റിസർച്ച് ചെയ്ത് നോക്കിയായിരുന്നു? ശരിക്കും എനിക്ക് സേതു ഇതിന്റെ സ്ക്രിപ്റ്റ് പ്രസന്റ് ചെയ്ത സമയത്ത് ഇതിന്റെ ഒരു സാധ്യത പറഞ്ഞു തന്നിട്ടാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എന്നോട് പറഞ്ഞതും. ഇങ്ങനെ അതായത് ഒരു കുടുംബ കോടതിയിൽ ഇപ്പം കണ്ടവർക്ക് മനസ്സിലാവും. ആ കുടുംബ കോടതി കയറി കഴിഞ്ഞാൽ അതിന്റെ മൊത്തം അറ്റ്മോസ്ഫിയർ കാണിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കേസുകളായിട്ട് പല രീതിയിലുള്ള കേസുകൾ വരുന്നതാണ്. ഈ സിനിമ ഇപ്പൊ കണ്ടു കഴിഞ്ഞ് ഇത്രയും നേരത്തിനിടയിൽ വന്ന പല കോളുകളിലും നമുക്ക് അറിയാവുന്നവര്, നമ്മള് ഫ്രണ്ട്സിന് അറിയാവുന്നവര്, അവരെല്ലാം അനുഭവിച്ച പല കാര്യങ്ങളും പറഞ്ഞു പോകുന്നതിനെ പറ്റിയിട്ടൊക്കെ മെൻഷൻ ചെയ്തിരുന്നു. അപ്പൊ എനിക്ക് അതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റും എനിക്ക് സേതുവിന്റെ ആ റിസർച്ചിൽ തന്നെയാണ്. നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന പല കാര്യങ്ങളും നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണ്ടേ എന്ന് തോന്നിയിട്ടുള്ള ചില വിഷയങ്ങൾ, അപ്പൊ അതൊക്കെ തുറന്ന ഒരു സിനിമയിലൂടെ അതും ഏറ്റവും കോമൺ ആയിട്ടുള്ള ഓഡിയൻസിന് കണക്ട് ആവുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാൻ സേതു കാണിച്ചൊരു ധൈര്യമാണത്. ഒരു വക്കീലിൻ്റെ കഥാപാത്രം ആകുമ്പോഴും ആ ഒരു അവസാനം പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഞാൻ പറയുന്നില്ല അത്. അപ്പം അത് അങ്ങനത്തെ ചില ഇമോജി, ഇപ്പോൾ ഒരു നിയമത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പം മുന്നിൽ നിൽക്കുന്ന ആരാണ് അയാളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. പക്ഷേ ഇങ്ങനത്തെ പല കേസുകളും നമ്മുടെ സൊസൈറ്റി നടക്കുന്ന സമയത്ത് പലപ്പോഴും കഴിഞ്ഞിടെ തന്നെ ഒരു വാർത്തയുണ്ടായിരുന്നു. ഒരു അധ്യാപകന് നേരെ ഒരു വിദ്യാർത്ഥി കൊടുത്തൊരു കേസിൻ്റെ പുറകെ അദ്ദേഹം 5 മാസമാണ് ജയിലിൽ കിടന്നത്. പക്ഷെ പിന്നീട് ഇറങ്ങിയപ്പോൾ പോലും ജയിലിൽ നിന്ന് ഇറങ്ങിയെന്നുള്ളൊരു ഇത് കാരണം ആ കുറ്റം ചെയ്തു എന്ന് തന്നെയാണ് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ശരിക്കും നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു ഇങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണപ്പെട്ടിട്ട് ഒരുപാട് വ്യക്തികൾ അനുഭവിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനൊരു കഥ കേട്ടപ്പോൾ ചേട്ടൻ്റെ മനസ്സിൽ തോന്നി എന്തൊക്കെയാണ്? അല്ലെ, നല്ല ചോദ്യമാണ്, വളരെ കറക്റ്റാണ്. കാരണം നമ്മുടെ നിയമ സംവിധാനം എന്ന് പറയുമ്പോൾ ഒരു രാത്രി കൊണ്ടോ ഒരു പകൽ കൊണ്ടോ മാറ്റിയെടുക്കാൻ കഴിയില്ല. പക്ഷേ ഇതേപോലുള്ള ചിന്തകൾ സമൂഹത്തിൽ നമ്മൾ ഇടുകയാണ്. നിങ്ങൾ ഈ സിനിമ കണ്ട് ആസ്വദിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ, സന്തോഷിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇതില് വ്യക്തിപരമായി അല്പം നൊമ്പരമുള്ള ഒരാളുണ്ട്. ഈ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും സന്തോഷിക്കുകയാണ്. സംവിധായകൻ സേതുവിന്റെ സ്വന്തം അനുഭവ കഥ ഇതിനകത്തുണ്ട്, അദ്ദേഹത്തിന്റെ നൊമ്പരങ്ങളും കൂടെ ഇതിനകത്തുണ്ട്. ആ വേദനയിൽ ഉൾക്കൊണ്ട് എഴുതിയ ഒരു കഥയാണ്.
അപ്പോൾ യഥാർത്ഥത്തിൽ അക്ഷരങ്ങളിൽ അല്പ രക്തവും കാണാൻ കഴിയും. അത്രത്തോളം വേദനിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ആ സമയത്ത് അവരെല്ലാവരും അനുഭവിച്ച വേദന, വിഷമമെല്ലാം എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ ആ വിഷമത്തിൽ ഉൾക്കൊണ്ടാണ് അദ്ദേഹം ഈ തിരക്കഥ എഴുതിയത്. അപ്പം അതുകൊണ്ട് ജീവിതഗന്ധിയായിട്ടുള്ള ഒരു കഥയാണ്. നിയമത്തിൽ യഥാർത്ഥത്തിൽ ആര് തെറ്റ് ചെയ്തിട്ടുണ്ട് അവർ ശിക്ഷിക്കപ്പെടണം. അല്ലാതെ നമുക്ക് കേട്ടിട്ട് ഉടൻ തന്നെ അത് ഇയാളായിരിക്കും, അത് അയാളായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തരുത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പൊ നിയമത്തിന്റെ കാര്യത്തിൽ ഇതേപോലുള്ള കാര്യത്തിലൊക്കെ നമ്മൾ കുറെ ചിന്തകൾ, കാലത്തിന് അനുസരിച്ചുള്ള കുറെ മാറ്റങ്ങൾ നമ്മുടെ നിയമത്തിൽ വരണം എന്നുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചതാണ് ഈ ചോദ്യം. ഇതേപോലുള്ള ചോദ്യങ്ങൾ ഉയർന്നാൽ ആഭ്യന്തര കുറ്റവാളി അതിന്റെ ആ ലക്ഷ്യത്തിലെത്തിയെന്ന് നമുക്ക് സന്തോഷിക്കാം. ശരിക്കും ഇത് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ പല ഡയലോഗ്സിന് കിട്ടുന്ന കയ്യടിയാണ് ഈ സിനിമയുടെ ഒരു പ്രസക്തി, ഈ സമയത്തെ ഈ സിനിമയുടെ ഒരു പ്രസക്തി ഞങ്ങൾക്ക് മനസ്സിലായത്. അത് ശരിക്കും എനിക്ക് ഒന്ന് സേതു പേഴ്സണലി കളക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളിനെ റെപ്രസെന്റ് ചെയ്ത് എഴുതിയ ഡയലോഗ്സിന്റെയും കൂടെ ഒരു പ്രത്യേകതയായിരിക്കും. സംവിധായകനോടാണ്. എന്തായാലും ഇതേപോലത്തെ സിനിമ ചെയ്യുക എന്ന് പറയുന്ന ഒരു ചെറിയൊരു കറേജ് അല്ല വേണ്ടത്. ഇങ്ങനൊരു സബ്ജക്റ്റ് പ്രഷറിലേക്ക് എത്തിക്കുക, അത് ഒരു കുറച്ച് ഹ്യൂമറോടെ തന്നെ എന്നാൽ അത് പ്രസൻറ്റ് ചെയ്ത് ആ പെയിനോടെ ചെയ്യുക എന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമല്ലത്. ഫസ്റ്റ് ഓഫ് ഓൾ അതിന് കൺഗ്രാജുലേഷൻസ്. അപ്പം ഇങ്ങനൊരു സബ്ജക്റ്റ് ചെയ്തു എങ്ങനെയാവും റിസൾട്ട് എന്നൊരു പേടി. കാരണം ഒരുപാട് ചർച്ച, സ്ത്രീപക്ഷ സിനിമകൾ വരുന്ന ഒരു കാലഘട്ടമാണ്, കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകളാണ് അങ്ങനത്തെ സിനിമകൾ. പക്ഷേ ഇങ്ങനൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, കോൺട്രവേഴ്സീസ് ആവും എന്ന പേടി ഉണ്ടായിരുന്നോ? കോൺട്രവേഴ്സി ആവോ എന്നൊരു പേടി ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത് ചർച്ച ചെയ്യപ്പെടും എന്നുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു. പിന്നെ അതിന് ആദ്യം വേണ്ടത് ഒരു നായക നടൻ. നമുക്കറിയാലോ, ഒരു സിനിമ സംഭവിക്കണമെങ്കിൽ എപ്പോഴും ഒരു നായക നടൻ അദ്ദേഹം ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവണം. ആസിഫ് ബ്രോയോട് ഞാൻ കഥ പറഞ്ഞപ്പം ആസിഫ് ബ്രോ തന്ന ഒരു വെൽക്കമിങ്, അതാണ് ശരിക്കും ഈ സിനിമ മുന്നോട്ട് വരാനായിട്ടുള്ള ഒരു കാരണം. ശരിക്കും പറയാം, ഇങ്ങനൊരു സബ്ജക്റ്റ് മുന്നോട്ട് വെക്കുമ്പോൾ ഇപ്പം തിയേറ്ററിൽ കൈയടിക്കണ ഒരുപാട് പോയിന്റുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് പേഴ്സണലി തോന്നിയത് ഇപ്പം നിയമമായാലും നിയമപാലകരായാലും നിയമം നടത്തുന്നവരായാലും ശരി, അത് ഈക്വൽ ആയിരിക്കണം. അത് രണ്ടും ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസം ഉണ്ടാവാതെ, അത് ഇപ്പോൾ കാലതാമസം, ഒരു കേസ് കൊടുത്താൽ പോലും അതൊരു കാലതാമസം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് പുറകെ നടക്കുന്നുണ്ടാകുന്ന നമുക്ക് ഫിനാൻഷ്യലായാലും നമ്മുടെ ജോലിയായാലും കുടുംബമായാലും ഒരുപാട് ബാധിക്കപ്പെടുന്നുണ്ട്. അതാരും അറിയപ്പെടുന്നില്ല. അതൊക്കെ ഈ ചെറിയ സീനുകളിലാണ് നമുക്ക് കൃത്യമായിട്ട് അത് കൺവേ ആവുന്നുണ്ട്. അപ്പം ശരിക്കും നിയമത്തോടുള്ള നിയമപാലകരോടുള്ള ഒരു ചോദ്യമല്ലേ അത്? അല്ല, ശരിക്കും ബ്രോ പറഞ്ഞതിനകത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, ഒരാള് ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയെ കൂടെ കടന്നു പോവുക എന്ന് പറയുന്നത്, ഒരു കുറ്റം അയാളുടെ പേരിൽ ആരോപിക്കപ്പെടുന്ന സമയത്ത് അത് അയാൾ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്നത് വരെ അയാളുടെ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ. അതാണ് ഒരു രീതിയിൽ ഈ സിനിമയിലെ സഹദേവനാണേലും ഈ പറയുന്ന മക്കാരിക്കയുടെ ക്യാരക്ടറാണേലും സിദ്ധുവിന്റെ ക്യാരക്ടറാണേലും എല്ലാവരും വഴിവഴി ഞാൻ പറയാൻ ശ്രമിച്ചത്. അശോകൻ ചേട്ടാ നമസ്കാരം. ചേട്ടൻ്റെ കഥാപാത്രമായാലും നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വാർത്തകളിലൊക്കെ ഒരുപാട് ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ ഇൻസിഡൻസ് ഒക്കെ വായിച്ചിട്ടുണ്ട്. ശരിക്കും നമുക്കും വിഷമം തോന്നും. ഇങ്ങനൊരു അത്രയും നാളും പോറ്റി വളർത്തിയവർ തന്നെ നമ്മളെ ഉപേക്ഷിക്കുമ്പോണ്ടെന്നൊരു പെയിൻ അതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇങ്ങനൊരു കഥാപാത്രം കിട്ടുമ്പോൾ ചേട്ടൻ മനസ്സിലൂടെ പോയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അതെ, ഇത് തന്നെയാണ്. നമ്മൾ ഇതുപോലെ ഒരുപാട് വാർത്തകൾ കേട്ടും വായിച്ചും ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഒന്ന്, രണ്ടാമത് ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് സേതു എനിക്ക് പറഞ്ഞു തന്നു. ഈ ക്യാരക്ടറിൻ്റെ ഡെപ്ത് എന്താണെന്നും, ഒരുപാട് സീനുകളൊന്നുമില്ല ഷോട്ട്, അതിൽ കുറച്ച് സീനുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു അത് തന്നെ അധികമാണ്, ഇത് പെർഫോം ചെയ്യേണ്ട ഒരു വേഷമാണ്. ആ പെർഫോമൻസിന് ചാൻസ് ഉണ്ട് ഇതിൽ. അത് 1-2 സീൻസിൽ മാത്രമേ ഉള്ളത്. പക്ഷെ ആ സീൻസ് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളൊരു നറേഷൻ എനിക്ക് സേതുവിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. കാരണം അത് നമുക്ക് ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടർ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിന് പകുതി ഉണ്ട്, പിന്നെ ബാക്കി നമ്മൾ പകുതി അഭിനയിച്ചാൽ മതി. അപ്പോൾ അത് നല്ല പോസ്റ്റിംഗ് ആയിരുന്നു. അത് എവിടെയൊക്കെ വരുന്നു, എവിടെയൊക്കെയാണ് അതിൽ പെർഫോം ചെയ്യുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്ന അവിടെ നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് തിയേറ്ററിൽ ആൾക്കാർ അത് കണ്ടിറങ്ങിയപ്പോഴാണ് ആൾക്കാർ പറഞ്ഞത് മനോഹരമായിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതിന് ഫുൾ ഉത്തരവാദിത്തം സേതു തന്നെയാണ്. സേതുവിൻ്റെ ചിലപ്പോൾ സേതു എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഇയാളെ. പക്ഷെ നമുക്ക് അറിയാവുന്ന ഒരു സമൂഹത്തിൽ നമുക്ക് അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഈ മക്കാരിക്ക. ഇതുപോലെ പുരുഷന്മാരെ മാത്രം ഈ ഒരു മൂവിനകത്ത് പുരുഷന്മാരെ മാത്രം ഇത് ചെയ്യുന്നു, സ്ത്രീകൾ ചൂപ്പഴകിയാണ്, അങ്ങനത്തെ കുറെ ഡയലോഗ്സ് ഉണ്ട്. അപ്പൊ അത് എത്രത്തോളം ഈ വക്കീലന്മാരെ എത്രത്തോളം ഇത് എഫക്ട് ചെയ്യുമെന്ന് തോന്നുന്നു?
അതെ, ഈ വക്കീലന്മാർ കേസ് ഏറ്റെടുക്കുമ്പോൾ അവസാനം വരെ ഫൈറ്റ് ചെയ്യും. ഇപ്പോൾ വാദിക്ക് വേണ്ടിയാണെങ്കിൽ വാദിക്ക് വേണ്ടി മാക്സിമം ഫൈറ്റ് ചെയ്യും, പ്രോസിക്യൂഷൻ ആണെങ്കിൽ പ്രോസിക്യൂഷന് വേണ്ടി വാദിക്കും, പ്രതിക്ക് വേണ്ടിയാണെങ്കിൽ പ്രതിക്ക് വേണ്ടി വാദിക്കും. പക്ഷേ ഈ വാദിക്കുമ്പോഴും ഇവരുടെ മനസ്സിൽ മനുഷ്യത്വം എന്നൊരു കാര്യം ഉണ്ടാവുമല്ലോ, അത് പിന്നെ അത് ഒരു സർപ്രൈസ് എലിമെന്റ് ആണ്. അതുകൊണ്ട് കൂടുതൽ ഞാൻ റിവീൽ ചെയ്യുന്നില്ല. എന്നാൽ പോലും ഈ വിശ്വനാഥൻ എന്ന് പറയുന്ന ക്യാരക്ടർ അയാളെ ഏൽപ്പിച്ച കാര്യം അയാൾ നന്നായിട്ട് വാദിക്കുന്നുണ്ട്. അതിന്റെ റിസൾട്ട് സിനിമ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ആ റിസൾട്ട് എന്തുകൊണ്ട് അങ്ങനെ ആവുന്നു. അവിടെ ചില ട്വിസ്റ്റുകളുണ്ട്, അവിടെ മാനുഷിക വശങ്ങൾ അതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു അഡ്വക്കേറ്റിന്റെ സത്യസന്ധത ചില സ്ഥലങ്ങളിൽ കാണാം. ചില ഒരു പോയിന്റിൽ അയാൾ തുറന്ന് പറയുന്നുണ്ട് ചില കാര്യങ്ങൾ. അതെന്താണെന്ന് ഇപ്പോൾ റിവീൽ ചെയ്യുന്നത് അത് ശരിയല്ല. ഈ ക്യാരക്ടറിനും സാധാരണഗതിയിൽ ഒരു അഡ്വക്കേറ്റിന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ട്വിസ്റ്റുകൾ ഈ റോളിൽ എനിക്ക് സേതു തന്നിട്ടുണ്ട്. അതിൽ വലിയ സന്തോഷമുണ്ട്. വിശ്വനാഥൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റിന് ആ ട്വിസ്റ്റ് ഒരു ക്യാരക്ടറൈസേഷനിലും എൻ്റെ പെർഫോമൻസിലും ഒക്കെ തന്നെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ജഗദീഷ് ചേട്ടാ, നമ്മളിപ്പോൾ ജീവിക്കുന്ന സൊസൈറ്റി എന്ന് പറയാൻ ഡിവോഴ്സിനൊക്കെ A4 ഷീറ്റിന് വില പോലും ഇല്ല, A4 ഷീറ്റ് പേപ്പറിൻ്റെ ഒരു വില പോലും കിട്ടുന്നില്ല. ഒന്ന് പറഞ്ഞ് രണ്ടിന് ഡിവോഴ്സ് എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലേക്ക് ആളുകൾ ആയി. അതൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു അങ്ങനെ ഒന്ന് പറഞ്ഞ ഡിവോഴ്സാണ് ഒരാളുടെ സ്വത്തിന് ഇത്ര ഭാഗം കിട്ടിയിരിക്കണം, എന്തോ ഒരു അവകാശം പോലെയാണിത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിയമത്തിന് ഇങ്ങനെയുള്ള ലൂപ്പ് ഹോൾസ് ഉള്ളത് എന്താ പറയുക, നമുക്ക് ഒരു ചൂഷണം പോലെ അല്ലേ. നമുക്കിപ്പോൾ ഒരാളെ നമുക്ക് ഇപ്പോൾ സ്നേഹിച്ചെന്ന് വിവാഹം കഴിക്കാൻ പോലും ഇപ്പം 10 തവണ ആലോചിക്കേണ്ട ഒരു അവസ്ഥയാണ്. അല്ല, ശരിയാണ്, വളരെ ശരിയാണ്. നിയമത്തിന്റെ ഒരുപാട് പഴുതുകളുണ്ട്, ലൂപ്പ് ഹോൾസ് ഉണ്ട്. അത് അടയ്ക്കുക തന്നെ വേണം. അതോടൊപ്പം തന്നെ പെട്ടെന്ന് ഈ പറയുന്ന പോലെ ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ചില പിടിവാശികൾ, അഡ്ജസ്റ്റ്മെന്റ്. ഇപ്പോൾ ഭാര്യ ഭർത്താവിന്റെ അടിമയാകണ്ട, ഒരിക്കലും ഞാൻ പറയില്ല, തുല്യസ്ഥാനം വേണം. പക്ഷേ ഭർത്താവ് പറയുന്ന ചില കാര്യങ്ങളിൽ, ഇപ്പൊ ജോലി സ്ഥലത്ത് ഇപ്പൊ രണ്ടുപേർക്ക് 2 സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ബാംഗ്ലൂരും ഒരാൾക്ക് ചെന്നൈയിലും, എനിക്കറിയാവുന്ന ഒരു കേസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണ്. അപ്പോൾ ഭാര്യ പറഞ്ഞു ഭർത്താവിനോട് നിങ്ങൾ ബാംഗ്ലൂർ വരണം ട്രാൻസ്ഫർ വാങ്ങിച്ച്. ഭർത്താവ് പറഞ്ഞു നീ ട്രാൻസ്ഫർ വാങ്ങിച്ച് ചെന്നൈയിൽ വരണം. അവർ ഡിവോഴ്സായി. പക്ഷെ അതൊരു കോംപ്രമൈസ് ആകാവുന്നുള്ള കാര്യമാണ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണ്. അപ്പം ഞാൻ ഇടപെടുമ്പോൾ അവർ രണ്ടുപേരും കോംപ്രമൈസിന് തയ്യാറല്ല. അപ്പോൾ ഒരു സിറ്റിയാണോ ദാമ്പത്യത്തിനേക്കാളും വലുത്? ചെന്നൈ ബാംഗ്ലൂർ എന്നുള്ള ഒരു കമ്പാരിസൺ ആണോ ഒരു ദാമ്പത്യ ജീവിതത്തിനേക്കാളും വലുത്? എത്രയോ വർഷം ഒരുമിച്ച് കഴിയേണ്ടതാണ്. ഈ ഭാര്യയ്ക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ബാംഗ്ലൂരിന് ഇതേ സുഖ സൗകര്യങ്ങൾ നാളെ ഉണ്ടാവണമെന്നില്ല. ഭർത്താവിനും ചിന്തിക്കാം, ചെന്നൈയിൽ ഇപ്പൊ കണ്ടെത്തുന്ന സുഖ സൗകര്യങ്ങൾ നാളെ ഉണ്ടാകണമെന്നില്ല. അതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരവരുടെ ടേസ്റ്റ്, വളർന്ന സാഹചര്യമുണ്ട്, ജീവിച്ച സാഹചര്യമുണ്ട്. അത് ഭാര്യയായിരുന്നാലും ഭർത്താവായിരുന്നാലും അത് ഭർത്താവിന്റെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കണം. ഭർത്താവും അതേപോലെ ഭാര്യയുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കണം. അൾട്ടിമേറ്റ് ആയിട്ട് മനസ്സുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലുള്ളത് എന്താണ് പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ പല ഡിവോഴ്സുകൾ ഒഴിവാക്കാം. പിന്നെ കാശിനോടുള്ള അമിതമായിട്ടുള്ള ഒരു സ്നേഹം, അത് ഭാര്യയ്ക്കായിരുന്നാലും ഭർത്താവിനായിരുന്നാലും, സ്ത്രീധനത്തിന്റെ പ്രശ്നമൊക്കെ തന്നെ ഇപ്പോഴും ഡൗറി ഒക്കെ കുറ്റകരമാണെന്ന് പറയുമ്പോൾ പോലും നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് വേറെ രീതിയിൽ ഗിഫ്റ്റായിട്ടും സന്തോഷമായിട്ടും കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ആ സമ്പ്രദായം 100% തുടച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നിയമത്തിന്റെ ഈ ലൂപ്പ് ഹോൾസ് ഒരു വശത്ത്, മറുവശത്ത് നമ്മുടെ മനസ്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കാലത്തിനനുസരിച്ച് കുറച്ച് കോൺഫിഡൻസ് ഇരു വിഭാഗത്തിനും കിട്ടുമ്പോൾ ഇതിലൊന്നും വലിയ കാര്യമില്ല, ഒരു ദിവസം തന്നെ ഈ ബന്ധമൊക്കെ നമുക്ക് വലിച്ചെറിയാം എന്ന് തോന്നുന്ന അതിനൊരു സാങ്ക്ടിറ്റി, അതിനൊരു പവിത്രത ഈ ദാമ്പത്യത്തിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും അല്ല കേട്ടോ, ഇപ്പോഴും അത് വളരെ ഒരു പവിത്രമായിട്ടുള്ള ഒരു ബന്ധമാണ് ദാമ്പത്യ ജീവിതം എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഒരു മൈനോറിറ്റി ഉണ്ട്. ആ മൈനോറിറ്റി അത് കൂടാതിരിക്കാൻ ഇത്തരം സിനിമകളിലെ ചിന്തകളിലൂടെ കഴിയട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അതിങ്ങനെ വർദ്ധിക്കാതിരിക്കട്ടെ, ഡിവോഴ്സുകളൊക്കെ കുറയാൻ, അന്യായമായ കാരണങ്ങൾ പറഞ്ഞ് ഭർത്താവിനെയോ ഭാര്യയോ ക്രൂശിക്കുന്നത് കുറയാൻ ഈ സിനിമയ്ക്ക് ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതൊരു വലിയ ചോദ്യമാണ്, അത്ര എളുപ്പമല്ല നമുക്ക് പറയാം. ചുമ്മാ ഒരു പൈങ്കിളിയായിട്ട് പറയാം, അത് പെട്ടെന്ന് ഈ സിനിമ കണ്ടിട്ട് തന്നെ 10 പേര് അവരുടെ തീരുമാനം മാറ്റി എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അതല്ല, ഒരു മനസ്സിലൊരു തോട്ട് വന്നല്ലോ. ഇപ്പൊ നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ ഞങ്ങൾ ഹാപ്പിയാണ്. നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, ഇത് മനസ്സിൽ എന്തെങ്കിലും രീതിയിൽ സ്പർശിച്ചിട്ടുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ചോദിക്കുന്നത്. അതില് ഞങ്ങൾ കൃതാർത്ഥനാണ്. ഉടൻ തന്നെ ഒരു സമൂലമായ മാറ്റമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അത് സത്യമാണ് പറഞ്ഞത്.
അതെ അതെ, തീർച്ചയായിട്ടും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് സത്യസന്ധമായിട്ടുള്ള ഒരു കഥയാണ്. ഇതിനകത്ത് സിനിമയ്ക്ക് വേണ്ടിയുള്ള എന്റർടൈൻമെന്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചേർക്കലേ ഉള്ളൂ. ഇതിലെ സംഭവങ്ങളും സംഭവ പരമ്പരകളും സത്യമാണ്, 100% സത്യമാണ്, കള്ളം ഒന്നും ഒരിടത്തുമില്ല. ജീവിതത്തിലെ സേതുവിന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളുടെ എന്റർടൈൻമെന്റ് വെർഷനാണ്. ഒരു എന്റർടൈനർ ആക്കണമല്ലോ സിനിമ, ഡോക്യുമെന്റേഷൻ പറ്റില്ലല്ലോ. അപ്പൊ സിനിമ അതൊരു രസകരമായിട്ടുള്ള രീതിയിൽ ഇത്രയും കഥാപാത്രങ്ങൾ വന്നു. ഇതേപോലെ എക്സാക്ട് വിശ്വനാഥനായിരിക്കില്ല, അഡ്വക്കേറ്റ് ആയിരിക്കില്ല, അതേപോലെ എക്സാക്ട് പിന്നെ സഹദേവനായിരിക്കില്ല സേതു. അപ്പൊ ആ വ്യത്യാസം എന്തായിരുന്നല്ലോ, സിനിമയ്ക്ക് വേണ്ടിയുള്ള വ്യത്യാസങ്ങളുണ്ടാവും. ബാക്കി സംഭവങ്ങളെല്ലാം അടിസ്ഥാനപരമായി സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അത് ധൈര്യസമേതം നമുക്ക് പറയാം. ആസിഫിക്ക, അതുപോലെ ഇപ്പം ഇറങ്ങിയ സിനിമകൾ ഇപ്പോൾ കരിയറിൽ ഏറ്റവും നല്ല ഗിരിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, നല്ല നല്ല കഥാപാത്രങ്ങൾ, കുറച്ച് റിയലിസ്റ്റിക് ആക്ടർ എന്ന ലെവലിലേക്ക് ആസിഫിക്ക ഇപ്പോൾ കുറച്ചുകൂടെ ആളുകൾക്ക് അടുത്തറിയാൻ പറ്റുന്ന ഒരു ആക്ടറാണ്. ഇപ്പോൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ പോലെ നമുക്ക് എവിടെയോ കണ്ടിട്ടുള്ള, എവിടെയോ കേട്ടിട്ടുള്ള ഒരാൾ, അങ്ങനത്തെ കഥാപാത്രങ്ങൾ ഇച്ചിരൂടെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കഴിഞ്ഞിടെ ഇറങ്ങിയ സർക്കിട്ട് എന്ന സിനിമയിലെ ആ കഥാപാത്രം നല്ല റെസ്പോൺസുകളാണ് വന്നത്. പക്ഷേ തിയേറ്ററിൽ അത്രയും ആളുകൾ കയറുന്നില്ല. എപ്പോഴെങ്കിലും അങ്ങനെ നല്ല കഥകൾ വരുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് ചിലപ്പോൾ ആളുകൾ ചില പെർട്ടിക്കുലർ ടൈമിൽ തിയേറ്റേഴ്സിൽ വന്ന് കാണാൻ ഇഷ്ടപ്പെടുന്നത് വേറൊരു തരത്തിലുള്ള സിനിമകളായതുകൊണ്ടായിരിക്കാം. നമുക്ക് എല്ലാ സിനിമയും കൊമേഴ്ഷ്യലി സക്സസ് ആവണമെന്ന് പറയാൻ പറ്റില്ല. നല്ല സിനിമകൾ ചെയ്യാൻ, വിജയിക്കുന്ന സിനിമകൾ എന്ന് പറയുമ്പോൾ ചിലപ്പം തിയേറ്റേഴ്സിൽ വന്ന് കാണാൻ കുറച്ച് എക്സ്ട്രാ ഫാക്ടേഴ്സ് ഒക്കെ ഉള്ള സിനിമകളായിരിക്കാം. ശരിക്കും എനിക്കെന്നല്ല, ഒരു ആക്ടറിന് മനസ്സിലാവാത്ത ഒരു കാര്യമാണ് പല സമയത്തും ചില സിനിമകൾ തിയേറ്ററിൽ എന്തുകൊണ്ടാണ് ആളുകൾ കാണാൻ പ്രിഫർ ചെയ്യാത്തതെന്നുള്ളത്. അതൊരു ഉത്തരവില്ലാത്ത ചോദ്യമാണ്. പക്ഷെ നല്ല സിനിമ ചെയ്യാനേ നമുക്ക് ശ്രമിക്കാൻ പറ്റുള്ളൂ. ആളുകളെ കാണിക്കുക എന്നുള്ളത് കുറച്ച് പണിയാണ്. ഇപ്പം അതേപോലെ നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ കരിയറിൽ നല്ല പീരീഡ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകൾ ഓൾറെഡി രജിസ്റ്റർ ആണ്. ഇന്ന കഥാപാത്രങ്ങൾ കണ്ട് ഇപ്പോൾ ചില സിനിമകൾ കാണുമ്പോൾ പറയുമായിരിക്കാം, ചേട്ടാ ആ കഥാപാത്രങ്ങൾ ഇനി ചെയ്യാമോ, അല്ലെങ്കിൽ അങ്ങനത്തെ കഥകൾ ഇനി വരുമോ എന്നൊക്കെ. അങ്ങനെ ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ ടൈം ലോക്കിൽ നിൽക്കുന്നതായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? എനിക്ക് ആ ക്യാരക്ടറിന് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രം വന്നിരുന്നെങ്കിൽ എന്നായിരിക്കുന്ന ഒരു കഥാപാത്രം വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് ഈ പലപ്പോഴും ഇപ്പൊ എന്നിലേക്ക് എത്തുന്നത് കോമൺ ഓഡിയൻസിന്, സാധാരണക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സാധാരണക്കാരനായിട്ടാണ് എന്നെ കാണാൻ എപ്പോഴും ആളുകൾ ആഗ്രഹം കാണിച്ചിട്ടുള്ളത് അധികവും. അപ്പൊ അത് ബ്രേക്ക് ചെയ്യണം എന്നുണ്ട്. ഒരു ലാർജർ ദാൻ ലൈഫ് സിനിമ ഉടനെ സംഭവിക്കും, അതിനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. So honored, so honored. അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നവരുടെ പ്രത്യേകതയാണ്. അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് സംവിധായകർക്കുള്ളതാണ്. അവരാണ് എന്നെ കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യിക്കുന്നത്. ഇപ്പൊ എന്നെ കൊണ്ട് കൂടുതൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയാൽ കൂടുതൽ ടേക്സ് പോകാനോ കൂടുതൽ സമയം തരാനോ ഒക്കെ അവർ തയ്യാറാവുന്നത് കൊണ്ടാണ് അങ്ങനെ നല്ല പെർഫോമൻസ് അല്ലെങ്കിൽ നല്ല മൊമെന്റ്സ് ഒക്കെ കിട്ടുന്നത്. അപ്പൊ അത് എന്റെ സംവിധായകനുള്ള ക്രെഡിറ്റ് ആണ്. പണ്ട് കാലത്താണ് കൂടുതലും മെസ്സേജ് ഉള്ള സിനിമകൾ, അല്ലെങ്കിൽ ചെയ്യുന്ന സിനിമകളൊക്കെയാണ് കൂടുതലും മെസ്സേജ് ഉള്ള അത്തരത്തിലുള്ള സിനിമകൾ വന്നിട്ടുണ്ട്. ഇപ്പം സിനിമ മൊത്തത്തിൽ മാറി പുള്ളി ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് അല്ലെങ്കിൽ ബിസിനസ് ആ രീതിയിലാണ് ഇപ്പൊ സിനിമ വന്നത്. വീണ്ടും താങ്കൾ അല്ലെങ്കിൽ താങ്കളെപ്പോലുള്ളവരാണ് കുറച്ച് ചുരുക്കം ആളുകളാണ് മെസ്സേജ് അതിനോടൊപ്പം തന്നെ എന്റർടൈൻമെന്റും ഒരുമിച്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു വിഷയം ഓൾറെഡി ഉണ്ടായിരുന്നു, മെസ്സേജ് കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പൊ ടേക്ക് അവേ ഒരുപാടുണ്ട്. അല്ല, മെസ്സേജ് കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു ചിത്രം ഉണ്ടാക്കുക എന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയം എന്റർടൈനിങ് ആയിരിക്കണം എന്നുള്ള രീതിയിൽ നമ്മളത് നോക്കിയിട്ടുണ്ട് സ്ക്രിപ്റ്റില്. ജഗദീഷ് ചേട്ടാ, അതിൽ നിന്നൊരു ചോദ്യം ചോദിക്കണം. ഇപ്പം അതായത് ഇപ്പം കുറച്ച് നാൾ മുമ്പ് വരെ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല സിനിമ, മോശം സിനിമ, ആവറേജ് സിനിമ, കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ എന്നൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആളുകൾ പറഞ്ഞാൽ 100 കോടിയുടെ സിനിമ, 150 കോടിയുടെ സിനിമ, ഇത്ര ബഡ്ജറ്റ് കിട്ടിയ സിനിമ, ഇന്ന ആക്ടർ ഇത്ര കോടി മുടക്കിയ സിനിമ. ഒരു സിനിമ എന്ന ഒരു കല അല്ലെങ്കിൽ ഒരു കണ്ടിരിക്കാൻ ആ ഒരു ആസ്വാദന എപ്പോഴും നഷ്ടപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ടോ സിനിമയ്ക്ക്? ഇല്ല, അത് അങ്ങനെ വരുന്നത് കൂടുതലും നമ്മൾ ചില ടൈപ്പ് ഓഫ് മൂവീസ് ഉണ്ട്. അത് സൂപ്പർ സ്റ്റാർസിനോ അല്ലെങ്കിൽ അത്രയും വാല്യൂ ഉള്ള സ്റ്റാർസിനോ ഒക്കെ ഉള്ള അവരുടെ ചില ടൈപ്പ് ഓഫ് മൂവീസ്. അതും ഈ സൂപ്പർ സ്റ്റാർസിൻ്റെ എല്ലാ മൂവീസും അല്ല. ഇപ്പം നമ്മൾ മമ്മൂക്കയുടെ കാതൽ നല്ല പടമാണ്, അത് എത്ര കോടി ക്ലബിൽ കയറിയെന്ന് ആരും അന്വേഷിച്ചിട്ടില്ല. നല്ല ചിത്രത്തിന്റെ പട്ടികയിലാണ് നമ്മൾ പെടുത്തുന്നത്. അതേപോലെ തന്നെ ആഭ്യന്തര കുറ്റവാളി എത്ര കോടി ക്ലബിൽ ആരും ചർച്ച ചെയ്യില്ല.
ഉറപ്പാണ്. എത്ര കിട്ടിയാലും സന്തോഷമാണ് നിസാമിന്. വേറെ ഒരു കോടി ക്ലബിലേക്ക് കടക്കുന്നില്ല. ചിലപ്പോ ആസിഫ് പറഞ്ഞ പോലെ ലാർജർ ദാൻ ലൈഫ് ഇമേജ് എന്ന് പറയുന്ന ആസിഫ് അഭിനയിക്കാൻ പോകുന്ന പടത്തിനെ കുറിച്ച് ചിലപ്പോൾ എത്ര കോടി ക്ലബില്, അപ്പൊ പ്രതീക്ഷയാണ് ഞാൻ പറയുന്നത്. അത് കുറച്ചൊരു വലിയ പടമായിട്ട് ക്യാൻവാസിൽ വരുമ്പോൾ അത് ചിലപ്പം അതർ ലാംഗ്വേജസ്, അങ്ങനെയൊക്കെ ഈ കോടി ക്ലബ് എന്ന് പറയുമ്പോൾ അതർ ലാംഗ്വേജസിൽ പോകാൻ സാധ്യതയുണ്ട്, അതർ സ്റ്റേറ്റ്സിൽ അല്ലെങ്കിൽ ഗൾഫിലും ഒക്കെ തന്നെ. അങ്ങനെ ലാർജർ ദാൻ ലൈഫ് എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില കഥകളുണ്ട്. ഈ ആഭ്യന്തര കുറ്റവാളി എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യൻ കണ്ടീഷൻസിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഹിന്ദിയിൽ പോലും ചിലപ്പം ഇത് എടുക്കാൻ നേരത്തെ വേറെ രീതിയിൽ കുറച്ച് സ്റ്റോറി ഒന്ന് മാറ്റേണ്ടി വരും. ഇവിടുത്തെ കേരളത്തിന്റെ അന്തരീക്ഷത്തിലുള്ള കാര്യമായിട്ടാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്ര കോടി ക്ലബ് എന്നുള്ള ഒരു മുൻവിധി നമുക്കുണ്ടാകില്ല. നിങ്ങളും അങ്ങനെ ചിന്തിക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല. അപ്പൊ ചില ചിത്രങ്ങളാണ് ഇത്ര കോടി ക്ലബിൽ കടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോ ആസിഫ് അലി എന്ന നടനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം, സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് ചിലപ്പം എത്തുമായിരിക്കും. പക്ഷെ ഇന്ന് സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം അദ്ദേഹത്തിന് താല്പര്യമില്ല, നമുക്ക് ചാർത്താനും താല്പര്യമില്ല. അദ്ദേഹം സൂപ്പർ ആക്ടർ എന്ന് വിശേഷിപ്പിക്കാനാണ് നമുക്ക് താല്പര്യം. കണ്ടന്റ് പ്ലസ് ആസിഫ് അലി മിനിമം ഗ്യാരണ്ടി, ആ ഒരു ഫോർമുല തന്നെയായിരുന്നു തുടക്കം മുതൽ മനസ്സിലുണ്ടായിരുന്നു. ആസിഫ് ഖാനായിരുന്നു മനസ്സിൽ. അല്ല, അത് ഞാൻ ആസിഫ് ബ്രോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കഥയുടെ തിരക്കഥ എഴുതുന്ന സമയത്ത് ഞാൻ ശ്രീവാച്ചനായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ആസിഫ് ബ്രോയുടെ എക്സൈറ്റ് ചെയ്യിച്ച ക്യാരക്ടർ. ബോയ് നെക്സ്റ്റ് ഡോർ എന്ന് പറയുന്ന ആ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് ഉറപ്പായിട്ട് മനസ്സിൽ. പിന്നെ കഥ പറയുക, ഇഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, അതോടെ സെറ്റായപ്പോൾ കഥ മുന്നോട്ട് കൊണ്ടുപോയി. ഈ അഡ്വക്കേറ്റുകളൊക്കെ ഒത്തിരി നമ്മൾ ഇവിടെ കേരളത്തിൽ പഠിച്ചിറങ്ങി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത ഒരു പേരെടുക്കുന്ന ഒരു സ്ട്രഗിൾ പീരീഡാണ്. ആ ഒരു കാര്യം കൂടി സംവിധാനം പറഞ്ഞു പോയിട്ടുണ്ട്. അഡ്വക്കേറ്റായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ നായിക അമ്പലത്തിലെ ഉത്സവത്തിന് വർക്ക് ചെയ്യാൻ പോയിരുന്നു. ഇതുകൊണ്ട് വക്കീൽ പണി കൊണ്ടൊന്നും അതിന് തികയുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ അമ്പലത്തിൽപ്പെട്ടത്. അവർ ഇൻട്രസ്റ്റോടെ ആയിട്ട് അവിടെ ഇരിക്കുന്നില്ല. അത് സംവിധാനം അധികം അനുഭവത്തിൽ നിന്ന് എഴുതിയതാണോ? ഇതെല്ലാ ഫീൽഡിലും ഉണ്ട്. ഈ സംവിധായകൻ എന്ന് പറയുന്ന ഞാൻ സംവിധായകനാകുന്നതിന് തൊട്ട് മുമ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കിട്ടുന്ന സാലറി നിങ്ങൾക്ക് ഉദ്ദേശിക്കാവുന്ന അത്രയും വലിയ ഹ്യൂജ് ആയിട്ടുള്ള സാലറി ഒന്നുമില്ല. 6 മാസം പണിയെടുക്കുന്ന ഒരു അസോസിയേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർക്ക് കിട്ടുന്നത് 50,000 60,000 രൂപയാണ്. ഇവിടെ ഒരു ബംഗാളിക്ക് കിട്ടും അതിലും കൂടുതൽ കാശ്. ഇതെല്ലാ ഫീൽഡിലും ഇപ്പൊ തുടക്കക്കാർക്ക് ഇത് തന്നെയായിരിക്കും അവസ്ഥ. സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് അവർ ആ നല്ലൊരു സേഫ് പൊസിഷനിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ പടം വർക്ക് ആവാത്തതിനെ പറ്റി ആസിക്ക ഡീപ്പായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം ധ്യാൻ്റെ ഒരു പടം ആസിക്ക പ്രൊഡ്യൂസ് ചെയ്തു. അപ്പം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയുണ്ട്. നല്ല ഫ്രണ്ട്ഷിപ്പ്. ഞാൻ പൊതുവെ ഡിജിറ്റൽ മാർക്കറ്റിൽ ഇച്ചിരി റീച്ചുള്ള ആളാണ്. അവന് കണ്ടന്റ് ആവശ്യമുണ്ട്, അപ്പൊ അവനിങ്ങനെ പല കണ്ടന്റും കൊണ്ടിടും. അത് കുഴപ്പമില്ല. എന്തായാലും ഈ ജഗദീഷേട്ടൻ പറഞ്ഞു തുടങ്ങിയ പോലെ ഒരു ഷോർട്ട് നോട്ടീസിൽ നിങ്ങളെല്ലാവരും അറിയിച്ചു. നിങ്ങളെല്ലാവരും ഞങ്ങളോടുള്ള ഇഷ്ടവും സിനിമയോടുള്ള ഇഷ്ടവും കാരണം ഇവിടെ എത്തി. ഇപ്പം നന്ദി പറയുന്നു. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയുവാണ്. നമ്മൾ ഇന്ന് രാവിലെ വളരെ സങ്കടത്തോടെ കേട്ടൊരു വാർത്തയാണ് ഷൈൻ ടോം ചാക്കോയ്ക്കും കുടുംബത്തിനും സംഭവിച്ച അപകടം. ഷൈൻ്റെ എല്ലാ കുസൃതിക്കും നമ്മൾ ചിരിച്ചിട്ടുണ്ട്, ദേഷ്യം പിടിച്ചിട്ടുണ്ട്, ഉപദേശിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കൊന്ന് ഇനി അങ്ങോട്ട് ഷൈനെ നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സമയമായിരിക്കും. അപ്പോൾ അറിയാലോ നമുക്ക് സോഷ്യൽ മീഡിയയുടെ ഒരു സ്വഭാവവും ട്രെൻഡും സംഭവിക്കുന്ന കാര്യങ്ങളും എല്ലാം. അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് വളരെ ശക്തമായിട്ട് ആ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ ആവശ്യമുണ്ട്. അപ്പോൾ അത് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. അപ്പോൾ താങ്ക് യു എല്ലാവരും. ഇനി കാണാനുള്ളവരെല്ലാവരും സിനിമ കാണുക.